ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും നോമ്പിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 50 നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പ്, ഉപവാസം, നമ്മൾ എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് മൊബൈൽ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇതിൻ്റെയൊക്കെ നമ്മൾ വളരെയധികം ഈ സമയങ്ങളിൽ ഉപവാസം, കണ്ണിൻ്റെ ഉപവാസം, കാതുകളുടെ ഉപവാസം, നാവിൻ്റെ ഉപവാസം, പാപം ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന കാൽപാദങ്ങളുടെ ഉപവാസം, ഇതൊക്കെ നോമ്പും പ്രാർത്ഥന ഉപവാസത്തിൽ പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ച യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ് നമ്മെ ഈ ദിവസങ്ങളിൽ വിശുദ്ധീകരിച്ച്. സിസ്റ്ററിനറിയാം, ഒരു പ്രേക്ഷിതയുടെ കാര്യം അറിയാം. ഈ 50 ദിവസവും, ഈ നോമ്പുകാലം 50 ദിവസവും വെള്ളം അല്ലെങ്കിൽ 2 നേരം ചായ മാത്രം കുടിച്ചുകൊണ്ട് വേറെ ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാതെ ഉപവാസം എടുക്കുന്ന പലരെയും സിസ്റ്ററിനറിയാം. അതുപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരായാലും പാല്, മുട്ട, മത്സ്യം, മാംസം തുടങ്ങി ഒരു ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഉപവാസങ്ങളിലൂടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം ഇങ്ങനെയുള്ള നോമ്പ്, ഉപവാസം, ത്യാഗങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ചെയ്യുന്നവരെ തന്നെ കളിയാക്കുകയാണ്. ഒരിക്കൽ ഒരു ചേച്ചി എന്നോട് പങ്കുവെച്ചതാണ്. ആ ചേച്ചി ചെറുപ്പക്കാരിയാണ്, 35-30 വയസ്സുള്ളൂ. മാരേജ് കഴിഞ്ഞ് വന്നു. ഒരു കുട്ടിയാണ്. കുട്ടിക്ക് 2.5 വയസ്സാണ്. ഇവള് വീണിട്ട് കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് മുറിയിൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് പുസ്തകങ്ങളും വായനയ്ക്കുള്ള ബുക്കുകൾ, വിശുദ്ധരുടെ പുസ്തകങ്ങൾ, പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് വീടിൻ്റെ കോളിംഗ് ബെല്ല് അമർത്തിയത്. അപ്പോൾ ഈ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഈ 2.5 വയസ്സുകാരനാണ് വാതിൽ തുറന്നത്. അവൻ പറഞ്ഞു, അമ്മ എവിടെയാന്ന് ചോദിച്ചു. അവർ അപ്പോൾ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുകയാണ് ഇരുന്നിട്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ വന്ന് പിന്നെ ഇവളുടെ അമ്മായിമ്മനെ കണ്ട് അവർ പോയി. പക്ഷേ അവർ ഇറങ്ങിയതിന് ശേഷം ഈ അമ്മായിമ്മ വന്ന് ഈ മരുമകളായ ഈ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കും പറയാണ്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പഠിപ്പിച്ച് വീടിന് നാണക്കേട് ഉണ്ടാക്കരുത്, എന്തിനാ അങ്ങനെയൊക്കെ പറയിപ്പിക്കണത്? ശരിക്കും പറഞ്ഞതല്ല, അമ്മ ചെയ്യണത് കുട്ടി പറഞ്ഞതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വൃദ്ധരായ അവർ പ്രായമായവരാണ്, 70-75 വയസ്സായവരാണ് ഈ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ. അവർ പറയുകയാണ്, അങ്ങനെയൊന്നും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കരുത്, പറയിപ്പിക്കരുത്, ഞങ്ങൾക്കാണത് വിസിറ്റേഴ്സ് വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ മോശം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നമ്മൾ മൂല്യം കൊടുക്കുന്നത്? മാതാപിതാക്കൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയായിരിക്കും? അതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ അത് പങ്കുവെച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയും ഒരു തലമുറയുണ്ടോ നമ്മുടെ കേരളത്തിൽ എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും തപസ്സിൻ്റെയും, അതുപോലെ ഒരു തെറ്റ് പറ്റുന്നതാണ് വിഭൂതി. പണ്ട് ബുധനാഴ്ചയായിരുന്നു, ഇപ്പോൾ വിഭൂതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ പലരും കൗൺസിലിങ്ങിനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞായറാഴ്ച നോമ്പ് പിടിക്കാൻ മത്സ്യം, മാംസം അങ്ങനെ കുറേ വാങ്ങിച്ചു, അതെല്ലാം തിങ്കളാഴ്ചയ്ക്ക് ബാക്കി വന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസം കൂടി കഴിച്ചതിന് ശേഷമാണ് നോയമ്പ് പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് മാതൃകയാണ് നിങ്ങൾ ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്? അതാണ് സിസ്റ്ററുടെ ചോദ്യം. സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആമേൻ.